guys, once again welcome to our channel Tales, Trails and Taste. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? സ്വീഡനിലാണ്. അപ്പോൾ നമ്മൾ കപ്പലിറങ്ങി സ്വീഡനിൽ ഒരു പ്രൊസീജിയേഴ്സും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് കപ്പലിൽ ഇറങ്ങി നേരെ വന്ന് ഒരിച്ചിരി ഫ്യൂ സെന്റിമീറ്റേഴ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബസ് സ്റ്റോപ്പ് കിട്ടും. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഐറ്റിനറി അനുസരിച്ച് നിങ്ങൾക്ക് പോകാം. അവിടെ വി ആർ ഗോയിങ് ടു ഫസ്റ്റ് ടു എ റോയൽ പാലസ്. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ 76 ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ക്വൈറ്റ് ഈസി, നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം കാര്യങ്ങളൊക്കെ. എല്ലാ യൂറോപ്യൻ കൺട്രീസ് ഉള്ളതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വരും. അപ്പം ഞങ്ങളൊരു മെട്രോ കയറി, ഞങ്ങൾ സിറ്റി സെൻട്രലിൽ ഇറങ്ങാനായിട്ട് മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് സിറ്റി സെൻറ്ററിൽ ചെന്നു. ബിക്കോസ് ഇറ്റ് വാസ് ജസ്റ്റ് എ 1 day ട്രിപ്പ്. ഞങ്ങൾ കൂടുതലായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ആ സിറ്റി എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണണം, അത്രേ ഉള്ളായിരുന്നു. കാരണം ഞങ്ങൾക്ക് രാവിലെ ഞങ്ങളുടെ ഹെൽസിങ്കിയിൽ നിന്നുള്ള ക്രൂസ് നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഈവനിങ് ആകുമ്പോൾ തിരിച്ച് ആ ക്രൂസിൽ കയറി നമ്മൾ തിരിച്ച് ഹെൽസിങ്കി പോകണം. അപ്പം നമുക്ക് അധികം ദൂരം ഒന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. സോ വി തോട്ട് വിൽ ജസ്റ്റ് എക്സ്പ്ലോർ ദ സിറ്റി അലോൺ ഇൻ സ്വീഡൻ. പിന്നെ ഞങ്ങളപ്പോൾ ആദ്യം പോയത് ഒരു ചേർച്ചിലോട്ടാണ്. എല്ലാ യൂറോപ്യൻ ചേർച്ചസിനെ പോലെ തന്നെയാണ് ഈ ചർച്ചും. ഒരു വാറിൻ്റെ മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു ചേർച്ചാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വാറിൽ അന്ന് യൂസ് ചെയ്ത കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ആ ചേർച്ചിൽ. പിന്നെ അവിടുത്തെ കിങ്സിനെയും അവിടുത്തെ ക്വീൻസിനെയും പ്രിൻസസിനെയും ഒക്കെ അടക്കം ചെയ്തേക്കുന്നതും ഈ ഒരു ചേർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടിലായിട്ടാണ്. അപ്പോൾ ഈ ചേർച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കൂടുതലും ഒരു വാർ മെമ്മോറിയൽ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് ഫ്രണ്ടിലിരിക്കുന്നതെല്ലാം. പിന്നെ ഇത് രണ്ടും അന്നത്തെ ക്വീൻ്റെയും കിങ്ങിൻ്റെയും ആ ഒരു കൊഫീനും അവരുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഓൾട്ടറിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇതാണ് ആ ഓവറോൾ ലുക്ക്, ആ ചേർച്ചിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം ഇതുപോലത്തെ കുറേ ശവകുടീരങ്ങൾ കാണാം നമുക്ക്. അപ്പം ഇതുപോലെ കിങ്ങിൻ്റെയും ക്വീൻ്റെയും ഉണ്ട്, പിന്നെ ചെറിയ പ്രിൻസസിൻ്റെയും ഒക്കെ ഉണ്ട് അവിടെ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവർ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ സ്വീഡൻ്റെ ഇടനാഴികളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ യൂറോപ്യൻ കൺട്രീസിലും ഉള്ളതുപോലെ തന്നെ ഉള്ള ഒരു ലുക്കാണ് സ്വീഡനിലും ഉള്ളത്. അപ്പം ഞങ്ങൾ പോകുന്നത് അവിടെ ഉള്ള ഒരു പാലസിലോട്ടാണ്. ആ പാലസിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നമുക്ക് നടന്നു പോകാനുള്ളതേ ഉള്ളൂ. ആ ഒരു ഓൾഡ് സിറ്റിയിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനോട് അടുത്താണ് ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സൊക്കെ നമുക്ക് നടന്ന് കാണാൻ പോകാൻ പറ്റുന്ന പോലത്തെ അടുത്തുള്ള രീതിയിൽ ഉള്ള സ്പോട്ട്സാണ്. ഇതാണ് ആ പാലസിലോട്ടുള്ള എൻട്രൻസ്. ഇങ്ങനെയാണ് നമ്മളങ്ങനെ ആ പാലസിൻ്റെ മെയിൻ ഗേറ്റിലോട്ട് പോകുന്ന ഒരു വഴിയാണിത്. പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള പാലസിൻ്റെ അത്രയും വലിയ ഒരു ആർക്കിടെക്ചറോ അല്ല അത്രയും വലിയ ഒരു പാലസോ ഇതല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം വലിയൊരു പാലസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
ഇതൊരു സെൻട്രൽ സ്ക്വയർ പോലെയാണ്. ഇതാണ് അതിൻ്റെ മിഡിൽ ഏരിയ. അപ്പം അവിടെ 2 ഗാർഡ്സ് ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഒരു സ്പോട്ട് വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയും അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയ ദിവസം വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമൊന്നും ഇല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റി. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നതാണ് സ്വീഡൻ്റെ കത്തീഡ്രൽ. ഒരു ഫേമസ് കത്തീഡ്രലാണ് ഈ കത്തീഡ്രൽ. അപ്പം നമുക്ക് അകത്തോട്ട് പോകാം. Now, this is a very beautiful cathedral. ഈ കത്തീഡ്രലിൻ്റെ ആർക്കിടെക്ചറും അതിൻ്റെ ഭംഗിയും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊരു കത്തീഡ്രലിൻ്റെ അകത്തോട്ട് നമുക്ക് കയറുമ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയ ആൾത്തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് അകത്ത് കയറി കുറച്ച് നേരം ആ ചേർച്ചിൻ്റെ അകത്തിരുന്ന് അതിൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാനും അതിൻ്റെ ആർക്കിടെക്ചർ എൻജോയ് ചെയ്യാനും പിന്നെ ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിൽ നമുക്ക് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും.
സ്ക്വയറിൽ തന്നെ ഉള്ളതാണ് നോബൽ പ്രൈസ് മ്യൂസിയം. പക്ഷെ ഞങ്ങൾ പോയ ദിവസം ആ മ്യൂസിയം ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ സ്ട്രീറ്റിൽ കൂടെ, മാർക്കറ്റിൻ്റെ സ്ട്രീറ്റിൽ കൂടെ കുറേ നടന്നു. ഇരുവശങ്ങളിലും നല്ല കുറേ ട്രഡീഷണൽ ഷോപ്സ് ഉണ്ടായിരുന്നു. കുറേ ഫുഡിൻ്റെയും ടോയ്സിൻ്റെയും ചോക്ലേറ്റ്സിൻ്റെയും അങ്ങനെ കുറേ നല്ല ഷോപ്സ് ഉണ്ടായിരുന്നു. ഐസ്ക്രീംസിൻ്റെ ഒക്കെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കൊരു ട്രഡീഷണൽ ലുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നടക്കുന്ന സ്ഥലത്ത്. ഇതൊരു ക്യാൻഡി ഷോപ്പായിരുന്നു. ഇവിടെ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കുറേ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ചോക്ലേറ്റ്സും പിന്നെ ജെല്ലി പോലത്തേതും അല്ലെങ്കിൽ സാധാ നമ്മളുടെ ചോക്ലേറ്റ്സ് പോലത്തെയും അങ്ങനെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അതിൻ്റെ അകത്തുനിന്ന് ഒരു മിക്സ് ചെയ്ത ഒരു ചോക്ലേറ്റ് ബോക്സ് വാങ്ങിച്ചു. ആൻഡ് ഇറ്റ് വാസ് ടേസ്റ്റി. ഇറ്റ് വാസ് ഇതാണ് ഇവിടുത്തെ ടവർ പബ്ലിക് ഗാലറി. ടവർ പബ്ലിക് ഗാലറിക്ക് ഒത്തിരി സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മളുടെ നോബൽ പ്രൈസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുത്തെ ബാങ്ക്വെറ്റ് നടക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ഹാളിൽ വെച്ചിട്ടാണ്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഹാളെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഹാള് പോലെയല്ല. ഇവർക്ക് സെപ്പറേറ്റ് റൂംസ് ഉണ്ട്, ബ്ലൂ റൂംസ്, ഗോൾഡൻ റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഓരോ റൂംസിനും ഓരോ ഫങ്ഷൻസ് നടക്കും. എന്നിട്ട് അവിടെയാണ് ഇവരുടെ ബാങ്ക്വെറ്റ് നടക്കുന്നത്. അതായത് നോബൽ പ്രൈസ് കഴിഞ്ഞിട്ട്, അതായത് സ്വീഡനിലാണ് ആക്ച്വലി ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി, മെഡിസിൻ ഇതിൻ്റെയൊക്കെ നോബൽ പ്രൈസസ് കൊടുക്കുന്നത് സ്റ്റോക്ക്ഹോംസിൽ. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ബാങ്ക്വെറ്റ് നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ബാക്കിൽ ഉള്ള നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്. അപ്പം ഇവിടെ ഒരു സ്വീഡിഷ് ബോൺ ഇൻവെൻറ്റർ, ഒരു ആൽഫ്രഡ് നോബൽ, പുള്ളിയുടെ ആ ഒരു വില്ല് പ്രകാരമാണ് ഇവിടെ ആ ഒരു നോബൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും ആ ഒരു ബാങ്ക്വെറ്റും ഒക്കെ നടക്കുന്നത്. അതിൻ്റെ ഓപ്പണിംഗ്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഓപ്പണിംഗ് വ്യൂ ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് വെളിലോട്ട് ഇറങ്ങുന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് മനോഹരമായ ഒരു ഗാർഡനാണ് ഇതിന് ഫ്രണ്ടിലുള്ളത്. ഇതിനോട് അടുത്ത് തന്നെ ഒരു ടവറുണ്ട്. ആ ടവറിൽ ആ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക്ഹോംസ് ഫുള്ളായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഒരു ലേക്കും ആ ലേക്കിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ പാർക്കും ഒക്കെ ആയിട്ട് ഒത്തിരി ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാരൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു ആ ഒരു വ്യൂ. ആ ഒരു വെതറും നല്ലതായതുകൊണ്ട്
നല്ലൊരു വ്യൂ ആയിരുന്നു ആ സൈഡിൽ. അപ്പോൾ കുറേ പേര് അവിടെ വന്നിരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി ഇത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ഒരു ദിവസം ഇത്ര ആൾക്കാരെ ഇതിൻ്റെ അകത്ത് വിടത്തുള്ളൂ. കാണാനായിട്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം. കയറി കാണണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നു. ബിൽഡിങ്ങിനെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ ആ ഒരു പാർക്കിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അങ്ങനെ ഞങ്ങളുടെ സ്മോൾ ട്രിപ്പ് ടു സ്വീഡൻ ഇവിടെ കഴിയുകയാണ്. ഞങ്ങൾ അധികം സ്ഥലത്തൊന്നും സ്വീഡനിൽ പോകാൻ പറ്റിയില്ല. ബിക്കോസ് വി വർ ഹാവിങ് വെരി ഷോർട്ട് ടൈം. ഇങ്ങനെ കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സ്വീഡനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ ക്രൂസിലോട്ട് പോയി. അപ്പം അടുത്ത ഒരു അടിപൊളി എപ്പിസോഡായിട്ട് നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ബൈ.